നിങ്ങൾ ഇവിടെ പറയുന്നത് എന്തെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടോ? അവരുടെ ചർച്ച എന്റെ ഫോണിനകത്തുണ്ട്, വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കുന്നതിനകത്ത് പ്രശ്നമില്ല. അപ്പോ ഈ ഭാരതത്തിൽ മാത്രമാണ് സ്ത്രീ പൂജിക്കപ്പെടുന്നത്, ലോകത്ത് ഒരിടത്തും പൂജിക്കപ്പെടുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കണം. പറയാത്ത കാര്യങ്ങൾ പറയരുത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ 1 മുതൽ 18 വരെയുള്ള അജണ്ടയും സംസാരിച്ചോളൂ. അതുപോലെ തന്നെ ചർച്ച ചെയ്യണം. തെരുവ് വിളക്കിന്റെ വിഷയം ചർച്ച ചെയ്യുന്നതല്ല, ചർച്ച ചെയ്യാം. കഴിഞ്ഞ 18 മാസം കരാറുകാർക്ക് ബില്ല് കൊടുക്കാത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. 18 മാസം അങ്ങ് തുറന്നു കൊടുക്കാം. അതിലേക്ക് പോവാം. തിരുവനന്തപുരം കോർപ്പറേഷൻ ചർച്ച ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അപ്പോ ഈ ഭാരതത്തിൽ മാത്രമാണ് സ്ത്രീ പൂജിക്കപ്പെടുന്നത്, ലോകത്ത് ഒരിടത്തും പൂജിക്കപ്പെടുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ആദ്യം ലളിതാംബികയെ ആദ്യം വന്ദിക്കുന്നു. ഇതെല്ലാം സ്ത്രീകൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കൂ, നമ്മുടെ രാജ്യത്തെ എടുക്കുമ്പോൾ ഭാരത മാതാവെന്ന് പറയുന്നു, ഭൂമിയെ പറയുമ്പോൾ ഭൂമി മാതാവെന്ന് പറയുന്നു, ഗോവിനെ പറയുമ്പോൾ ഗോ മാതാവെന്ന് പറയുന്നു. എല്ലായിടത്തും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൽ. ആ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം ലഭിക്കണം. ഈ 33% സംവരണം അനുഭവിച്ചുകൊണ്ടുള്ള ഈ പ്രമേയത്തെ ഞാൻ പിന്താങ്ങുന്നു. നമുക്കറിയാം, സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള സഭകൾ കൂടുമ്പോഴേക്കും ആ വിഷയങ്ങൾ അംഗങ്ങൾ, ജനപ്രതിനിധികൾ ഉന്നയിക്കാറുണ്ട്. അത് പ്രമേയമായി അവതരിപ്പിക്കാറുണ്ട്. അതൊരു നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന രൂപം കൊണ്ടതിന് ശേഷം ഉള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് ചർച്ചകളും പ്രമേയങ്ങളും ഒക്കെ രൂപം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രമേയം അവതരിപ്പിക്കുന്നതിൽ നിയമപരമായോ സാങ്കത്യമായോ മറ്റുള്ള ഒരു തടസ്സവുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന് അങ്ങ് ചോദിച്ചത്, ആ ചോദ്യം അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഈ തിരുവനന്തപുരത്ത് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കേണ്ട ഒരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ ചർച്ച ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഇന്ത്യയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊന്ന്, നമ്മുടെ ഈ കോർപ്പറേഷനുള്ളിൽ 4 അസംബ്ലി മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ടുണ്ട്. ഒരു അസംബ്ലി മണ്ഡലത്തിന്റെ 4 വാർഡ്, കോവളം മണ്ഡലത്തിന്റെ 4 വാർഡുമുണ്ട്. സ്വാഭാവികമായിട്ടും വനിതാ സംവരണം വരുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 4 അസംബ്ലി മണ്ഡലങ്ങളും ഒരു അസംബ്ലി മണ്ഡലത്തിൽ 4 വാർഡും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലാണ്. സ്വാഭാവികമായിട്ടും അവിടെയും ഇതിന്റെ ഗുണവശങ്ങൾ പ്രതിഫലിക്കാറുണ്ട്. ഉദ്ദേശം 10 ലക്ഷം വോട്ടർമാരും ഏകദേശം ഒരു 14-15 ലക്ഷം ജനസംഖ്യയുമുള്ള നമ്മുടെ കോർപ്പറേഷനിൽ 50% കൂടുതൽ വനിതകളാണ് എന്നുള്ള വസ്തുതയിരിക്കെ അങ്ങേപ്പോലുള്ള ഒരു വ്യക്തി ആ ചോദ്യം ഉന്നയിച്ച് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളത് ആണ് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ പ്രമേയത്തെ അനുകൂലിച്ചും ഇതിനോട് വിയോജിച്ചും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അനുകൂലിക്കുന്നവർക്ക് കൈ ഉയർത്താം, വിയോജിക്കുന്നവർ കൈ ഉയർത്താം. അനുകൂലിക്കുന്നവരാണ് കൂടുതലും കൈ ഉയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രമേയം പാസ്സായി പ്രഖ്യാപിക്കുന്നു. അടുത്ത നമ്മുടെ അജണ്ടയിലേക്ക് കടക്കുകയാണ്. ഈ പാസാക്കിയ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയറെ ക്ഷണിക്കുന്നു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ 1 മുതൽ 18 വരെയുള്ള അജണ്ടയും ഡെപ്യൂട്ടി മേയർ ബഹുമാനപ്പെട്ട എന്തായാലും നമ്മുടെ നഗരസഭാ പ്രദേശത്ത് നിലനിൽക്കുകയാണ്. ആ കുടിവെള്ള പ്രശ്നത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാതെ, ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. അതിനോട് അനുബന്ധിച്ച് തന്നെ ഇപ്പോ വൈദ്യുതി വിളക്ക് കത്തുന്ന പ്രശ്നം നിൽക്കുകയാണ്. അതിനെ തുടർന്നിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. നമ്മളെ ഈ നഗരസഭയ്ക്കകത്ത് തന്നെ മേയറുടെ തന്നെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നത്, നമ്മള് ഭരണഘടനയ്ക്കും മുനിസിപ്പാലിറ്റി ആക്ടിനുമൊക്കെ വിരുദ്ധമായി നമ്മൾ അഭിപ്രായം പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, മേയർ തന്നെ ചോദിക്കുകയാണ്, ബില്ലടയ്ക്കുന്നത് എവിടെയാണ്? അത് വാട്ടർ അതോറിറ്റിയിലല്ലേ ബില്ലടയ്ക്കുന്നത്? ആ അതോറിറ്റി അല്ലേ ആ അതോറിറ്റി എന്ന് പറയുന്നത്? വെള്ളം അവിടെ പോയി ചോദിക്കണമെന്ന് പറയുന്നത് ഈ വിഷയം ഞാൻ പറയട്ടെ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങ് പറഞ്ഞ മനസ്സിലായി. നമുക്ക് അജണ്ട കഴിഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. ഈ വിഷയം തന്നെ എടുക്കാം. അതാണ് പ്രമേയം പെട്ടെന്ന് അവസാനിപ്പിച്ചത്. അജണ്ട കുറച്ച് അജണ്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എത്ര സമയം വേണമെങ്കിൽ ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങ് പറഞ്ഞ എല്ലാ വിഷയവും ചർച്ച ചെയ്യാം. അല്ല,
ഞാൻ പറയട്ടെ, അജണ്ടയ്ക്കകത്ത് അജണ്ട വളരെ കുറച്ച് അജണ്ട സാധാരണ ഫോർമാലിറ്റിക്ക് വേണ്ടി അജണ്ട മാത്രമല്ലേ ഉള്ളൂ. ശ്രീമാർജി, അല്ല നിങ്ങൾ ഈ നഗരത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഏതെങ്കിലും ഒരു അതായത് LDF എന്നോ BJP എന്നോ ഉള്ള വ്യത്യാസമല്ല. ഞാൻ പറയുന്നത് ഈ നഗരത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് അജണ്ട എന്ന് പറയുന്ന അജണ്ടയിൽ കാര്യമായി ഒന്നുമില്ല. പറയട്ടെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വിഷയത്തിന് പ്രാമുഖ്യം കൊടുക്ക്. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. അതായത് പ്രമേയം തന്നെ പെട്ടെന്ന് ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, പെട്ടെന്ന് ചുരുക്കി നമുക്ക് പാർലമെന്റ് പാർട്ടി ലീഡർ ഉന്നയിച്ച ഈ വിഷയം ചർച്ച ചെയ്യാനാണ്. ഞങ്ങൾ ആരും അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. അജണ്ടയിലുള്ള അജണ്ടയേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാം പ്രാധാന്യമുള്ളതാണ്. വിഷയമാണ്. ഞാൻ പറയാം, അതുപോലെ തന്നെ എല്ലാം പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. കുടിവെള്ളത്തിന്റെ വിഷയമുണ്ട്, തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ ചർച്ച ചെയ്യണം. തെരുവ് വിളക്കിന്റെ വിഷയമുണ്ട്, ചർച്ച ചെയ്യില്ലെന്നല്ല, ചർച്ച ചെയ്യാം. തെരുവ് നായയുടെ വിഷയമുണ്ട്, അത് ചർച്ച ചെയ്തുകൊണ്ടുള്ള അത് കഴിഞ്ഞിട്ട് അജണ്ടയിലേക്ക് കിടക്കാം. എല്ലാ കാര്യങ്ങളും അങ്ങനെ ആ നിലയ്ക്ക് ശരി. ഓക്കെ, ബഹുമാനപ്പെട്ട മേയർ തന്നെ ഒരു കാര്യം ചെയ്യാം. കുടിവെള്ളത്തിന്റെ സംസാരിച്ചപ്പോ വിഷയം സംസാരിച്ചപ്പോ മേയർ തന്നെ പറഞ്ഞത് കാശെടുക്കുന്ന സ്ഥലത്ത് കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാം. അങ്ങനെയല്ലേ പറഞ്ഞത്? ചർച്ച ചെയ്യാറില്ലേ? വാട്ടർ അതോറിറ്റിയിൽ എവിടെയാണോ കാശടയ്ക്കുന്നത്? കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാം. അങ്ങനെ ഒരു പ്രയോഗങ്ങൾ നടത്താൻ പോകുന്നുണ്ടോ? അങ്ങ് ചർച്ചയാണോ ഉദ്ദേശിക്കുന്നത്? എവിടെയാണോ കാശടയ്ക്കുന്ന സ്ഥലത്ത് എന്ന് പരാതിപ്പെടാൻ പറയുന്നത് ഈ സഭയോട് പരത്തുന്ന ചർച്ച തുറന്നോളൂ, ചർച്ച ചെയ്യാൻ തയ്യാറാണ്, ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ദൂരം സംസാരിച്ചോളൂ. ആ ബാൻഡൊക്കെ പിടിച്ചോളൂ, ബാൻഡ് ഫ്ലക്സ് ഒക്കെ പിടിച്ചോളൂ, ദൂരം സംസാരിച്ചോളൂ. അതായത് ദീപക് അങ്ങ് സംസാരിച്ചോളൂ, അപ്പോ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യില്ലെങ്കിൽ ആശാമാവ് അതെന്തല്ലേ കിടക്കട്ടെ. നമ്മൾ ബഹളം വയ്ക്കുന്നതുകൊണ്ടാണ്. അല്ല, ബഹളം വയ്ക്കുന്നത് നിങ്ങളുടെ ചില അംഗങ്ങളാണ്. ദീപക് സംസാരിച്ചാൽ ബാക്കി എല്ലാവരും ബഹളം അവസാനിപ്പിക്കും. ദീപക് സംസാരിച്ചോളൂ. കുടിവെള്ള പ്രശ്നം ദീപക് സംസാരിക്കൂ. ആ ചർച്ച അനുവദിക്കുമല്ലോ. ചർച്ച അനുവദിക്കുകയാണല്ലോ. കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായി ചർച്ച ചെയ്യാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഭൂമിക്ക് അടിയിലോട്ട് ഒരുപാട് പൈപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് ഒരുപാട് വെള്ളം ലീക്ക് ആവുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. കഴിഞ്ഞ 18 മാസം കരാറുകാർക്ക് നിന്ന് കൊടുക്കാത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. 18 മാസം അങ്ങ് തുറന്നു കൊടുക്കുക. അതിലേക്ക് പോവാം. കുടിവെള്ള പ്രശ്നത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മേയർ അനുവാദം നൽകിയത് തന്നെ ഞാൻ അംഗീകരിക്കുക. വളരെ അങ്ങനെ ഒരു ജനാധിപത്യപരമായിട്ട് ഒരു കുടിവെള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു കോർപ്പറേഷന്റെ കൗൺസിൽ മാറണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മള് രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ട ഒരു പ്രശ്നമാണ്. നമ്മുടെ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് ആരെങ്കിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് കുറ്റം ആരോപിച്ചിട്ട് കാര്യമില്ല. അത് ബഹുമാനപ്പെട്ട മേയർ ആദ്യം മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്. അതിന് ആധാരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മേയർ തന്നെ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോഴത്തേക്ക് ഒരു നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മേയർ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വേണം ആ സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്താനായിട്ട്. വാട്ടർ അതോറിറ്റിയിലേക്കാണ് ബില്ലടയ്ക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്ന എന്തിനാ നിങ്ങൾ വാട്ടർ അതോറിറ്റിയിലേക്ക് ചോദിക്കൂ എന്നുള്ളതാണ്. ഇവിടെ ചോദിക്കുന്നത് എന്തിനും ചോദിച്ചിട്ടില്ല. വാട്ടർ അതോറിറ്റിയിലെ ബില്ലടയ്ക്കുന്ന ചോദിച്ചു സ്വാഭാവികമല്ലേ. മേയറ് പറയാത്ത കാര്യങ്ങൾ പറയരുത്. അങ്ങക്ക് ദീപക് ഇവിടെ ചോദിക്കുന്ന എന്തിനെന്ന് ഞാൻ ചോദിച്ചാൽ കേൾപ്പിക്കാമോ? ഇവിടെ വാട്ടർ അതോറിറ്റിയിലെ ബില്ലടയ്ക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശരിയല്ല, അത് വസ്തുതയല്ലേ? ഞാനൊന്ന് പറഞ്ഞു. ഒരു മേയർ പറയാത്ത കാര്യങ്ങൾ ഒരു കൗൺസിൽ പാർട്ടി ലീഡർ തന്നെ പറയുമ്പോഴേക്കും അതിനെ തിരുത്തേണ്ടതായിരിക്കും. അങ്ങനെ തരുന്നുള്ളൂ. ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം സീരിയസ് ആയിട്ടുള്ളത് പറയുമ്പോൾ തെറ്റായ വസ്തുത പറയരുത്. ഞാൻ ചർച്ച ചെയ്ത തിരുത്തൽ അങ്ങക്ക് പറയാം. ഞാൻ ചർച്ച ചെയ്ത അങ്ങക്ക് പറയാമോ? എന്തെങ്കിലും നിങ്ങൾ ഇവിടെ ചോദിക്കുന്ന നിങ്ങൾ ഇവിടെ ചോദിക്കാം.
ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് പറയാം. ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്താൽ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. കൊണ്ടുപോകുന്നു. നിങ്ങൾ ഇവിടെ പറയുന്നത് എന്തെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? അവരുടെ ചർച്ച എന്റെ ഫോണിനകത്തുണ്ട്, വേണമെങ്കിൽ ഞാൻ കേൾപ്പിക്കും. ഞാൻ കേൾപ്പിക്കുന്നതിനകത്ത് പ്രശ്നമില്ല. അറിയാമല്ല, ഇതൊന്ന് കേൾപ്പിക്കും. ഇത് ഒന്ന് സംസാരിക്കാൻ അതെ, അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം പറയരുത്, പറഞ്ഞോളൂ. പറയുമ്പോഴത്തേക്ക് ഒന്ന് പറയാൻ അനുവദിക്കും. നമ്മളൊരു വളരെ സീരിയസ് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ വിഷയം സംബന്ധിച്ചുള്ള ചർച്ച. ഇത് ജനങ്ങളെ ബാധിക്കുന്ന, ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കുടിവെള്ളം കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ചർച്ച ചെയ്യാൻ അനുവദിക്കുക.